നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ രണ്ടടുപ്പും കത്തിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തനിനാടൻ വിഭവമായിട്ടാണ്. വേറൊന്നുമല്ല, ചക്കക്കൂട്ടാനും കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കഞ്ഞി റെഡിയാക്കി എടുക്കാം. കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വെള്ളം തിളച്ചോന്ന് നോക്കാം നമുക്ക്. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം മാറ്റി വയ്ക്കുകയാണ്. ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. തിളച്ച വെള്ളം തന്നെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നെ ചൂടിൽ വ്യത്യാസം വരില്ലല്ലോ. ഞാൻ ഈ കാസറോളിന് ഒരു പാത്രം വെള്ളം എടുക്കുന്നുണ്ടേ. ഇത് അടച്ചു വയ്ക്കാം. മട്ട അരിയോ അല്ലെങ്കിൽ കുറുവ അരിയോ എടുക്കാം കേട്ടോ നമുക്ക് കഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാനിവിടെ എടുക്കുന്നത് കുറുവയാണ്. മട്ട അരിക്കഞ്ഞിയോ അല്ലെങ്കിൽ ചെറിയ അരിക്കഞ്ഞിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. അരി ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ വെള്ള കളറേ മാറി വരണം. കഴുകിയെടുത്ത നമ്മുടെ അരി കേട്ടോ ഇത്. നമ്മൾ 3-4 പ്രാവശ്യം ഈ അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അരിക്ക് എന്തെങ്കിലും ഫൗൾ സ്മെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും കേട്ടോ. ഇനി കല്ലൊക്കെ ഉള്ള അരിയാണെങ്കിൽ അരിച്ച് ഇല്ല. പക്ഷെ ഈ അരിയിൽ കല്ലൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അരിക്കലൊന്നുമില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിരുന്ന് വെന്ത് വരട്ടെ. ഇനി ചക്കക്കൂട്ടാനിലോട്ട് വേണ്ടിയിട്ട് ചക്ക ഇടാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ. ഞങ്ങളുടെ പറമ്പ് തന്നെ പ്ലാവിൽ ചക്കയുണ്ട്. ചക്ക മൂത്തതും പഴുത്തതൊക്കെ ഉണ്ട്. ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് തന്നെ ചക്കയ്ക്കൊക്കെ നല്ല ഡിമാൻഡ് കേട്ടോ. ഒരു ചക്ക ഇട്ടിട്ട് അത് നൈബേഴ്സ് എല്ലാം കൂടെ കുറേ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുക ചെയ്യാറ്. ഇനി നമുക്ക് ഈ ചക്ക മുറിച്ചെടുക്കാം. ചക്ക മുറിച്ചതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ജോലി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നത്. ചക്ക കൂട്ടാൻ വേണ്ടിയിട്ട് ചക്കയുടെ മടലും ചവണിയും ഒക്കെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ചക്കയുടെ മുകളിലെ പച്ച ഭാഗം മുറിച്ച് മാറ്റണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം കഴിയുന്നത്ര ഉപയോഗിക്കാം. നമ്മുടെ അരി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ട് ചകിരിയൊക്കെ വെച്ച് കൊടുത്താൽ അരി കിടന്ന് വെന്തോളും. നമ്മൾ ഒരുപാട് കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കഞ്ഞി ആയതുകൊണ്ട് ഏറ്റവും നല്ലത് അടുപ്പിൽ വെക്കുന്നത് തന്നെ കേട്ടോ. എന്നാലും ഇനി ഞാനിത് അടുപ്പിൽ വെക്കാണ്. നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡിയാക്കാം. നമുക്ക് ചക്കക്കൂട്ടാന് വേണ്ടിയിട്ട് ചക്ക മുറിച്ചെടുക്കാം. കയ്യിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കുന്നുണ്ട്. വളഞ്ഞൊന്നും കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ചക്കയാണ്. ഇതിൻ്റെ പുറത്തെ ചക്കയുടെ മുള്ളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചക്ക കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഈ ചക്ക മടലോടുകൂടെ വേണം കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൂ ഈ ശരിക്കുള്ള ചക്കക്കൂട്ടാൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. അല്ലെങ്കിൽ ചക്കയുടെ പീസസ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ചക്ക തോരൻ ഉണ്ടാക്കുന്നതാണ്. ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയാൽ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഇല്ല. നമുക്കിതുപോലെ ഇതിൻ്റെ പുറം ഭാഗം മുറിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ചെത്തിയെടുക്കാം. ഇങ്ങനെ ചെത്തിയെടുക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചക്കക്കൂട്ടാനും കഞ്ഞിയൊക്കെ. നല്ല കോമ്പിനേഷനല്ലേ ചക്കക്കൂട്ടാൻ കഞ്ഞി കോമ്പിനേഷൻ. ഇനി ചക്കയുടെ കുരു കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിന് നമുക്ക് ഈ മുറിക്കുന്നത് നിർത്താം. ഇതിൽ വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് മുറിച്ച് ഇടാം. പിന്നെ അതുപോലെ ഈ ചക്ക വെന്ത് വന്നാൽ നമ്മളിതൊന്ന് മാഷ് ചെയ്തെടുക്കുകയോടെ വേണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുള്ളൂ. അപ്പോഴും നമ്മുടെ ചക്കക്കൂട്ടാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. ചക്കയുടെ ഈ ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എടുക്കാം. ഇനി ഇതിന്ന് വേണമെങ്കിൽ ഒരു 2-3 ചക്കക്കുരു എടുക്കാം. അപ്പോൾ ഞാൻ ഈ ചക്കക്കുരു എടുക്കുന്നുണ്ടേ. ഈ ചക്കക്കൂട്ടാനിൽ ചക്കക്കുരു കിടക്കുന്നത് ഒരു ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ നമുക്ക് ഈ മുഴുവൻ ചക്കയും മുറിച്ചെടുക്കാം. നമ്മുടെ അരി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട്.
നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചൂടുവെള്ളമല്ലേ, ആ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരി എന്തായി വേവ് എന്ന് നോക്കാം. ഒന്നുകൂടെ ആവണ്ടേ. ഇനി നമുക്ക് ചക്കക്കൂട്ടാനൂടെ ഉണ്ടാക്കാം കേട്ടോ. ചക്കക്കൂട്ടാന് വേണ്ടിയിട്ട് ഞാൻ ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി എടുക്കണം ഈ ചക്ക. ഇനി ഇതിനെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയണേ. ഇവിടെ ഞാൻ മൺചട്ടിയിൽ തന്നെയാണ് ഈ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചട്ടി നിറച്ചുണ്ട് കേട്ടോ. ഒന്ന് വാടിയാൽ ഇത് കറക്റ്റ് ആവും. ഇനി ഈ ചക്കയിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഈ ചക്കയിലോട്ട് ചേർക്കുന്നത് ഉപ്പാണ്. ഞാനിവിടെ ചേർക്കുന്നത് കല്ലുപ്പാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇവിടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ഒഴിക്കാം. ഇനി ഇത് ഇരുന്നിട്ട് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ ചക്ക നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് വെന്ത് മാഷ് ചെയ്തെടുക്കണം. എന്നാലേ ഉള്ളൂ ചക്കക്കൂട്ടാൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചക്കക്കൂട്ടാനിലോട്ട് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി വയ്ക്കാം. ചക്ക വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഈ അരപ്പ് കൂടെ ചേർക്കണം. ഇവിടെ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു തേങ്ങ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരും എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. എനിക്ക് അധികം എരിവൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 4-5 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് നല്ല ജീരകമാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. വാഴത്തട്ട എന്നൊക്കെ പറയും, വാഴമാണി, വാഴത്തട്ട എന്നൊക്കെ പറയും. ഈ വാഴത്തട്ട ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ടേസ്റ്റിൽ തോരൻ ഉണ്ടാക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് അത്രയും ഗുണം ചെയ്യുന്ന ഒരു ഐറ്റം കേട്ടോ ഈ വാഴത്തട്ടയ്ക്ക്. ഇത് ഉപയോഗിച്ചിട്ടുള്ള നല്ല തോരൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി വേണ്ടവർക്ക് ആ വീഡിയോ വിസിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചക്കക്കൂട്ടാൻ എന്തായെന്ന് നോക്കാം. ചക്കക്കൂട്ടാൻ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധമൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇത്രയും ഉടഞ്ഞാൽ മതിയെങ്കിൽ ഇങ്ങനെ മതി. അതല്ലെങ്കിൽ ഒന്നുകൂടെ മാഷ് ചെയ്തെടുക്കാം. എനിക്ക് നന്നായിട്ട് ഉടഞ്ഞ ചക്കക്കൂട്ടാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടെ മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു തവി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ചിട്ടോ നമുക്കിത് മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചക്കക്കൂട്ടാൻ ഞാൻ അത്യാവശ്യമൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ വല്ല പീസൊക്കെ ഉടയാണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പാണിത്. ഈ തേങ്ങയുടെ അരപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ സാധാരണ ചക്കക്കൂട്ടാനിൽ കുറച്ച് അധികം തന്നെ തേങ്ങ ചേർക്കും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. പക്ഷേ എനിക്ക് കുറച്ച് അധികം തേങ്ങയുള്ള ടൈപ്പ് ചക്കക്കൂട്ടാനാണ് ഇഷ്ടം. നമ്മുടെ ചക്ക എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമല്ലോ കുറച്ച് തേങ്ങയോട് കൂടെ, അതുപോലെയാണ് എൻ്റെ ഫേവറേറ്റ് ചക്കക്കൂട്ടാൻ. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഈ ചക്കക്കൂട്ടാനിലോട്ട് വറവ് കൂടെ റെഡിയാക്കി എടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. തീ കത്തിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് ആകുമ്പോഴേ നേരത്തെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കും. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കിനും ഉപ്പും മെൽറ്റായിക്കോളും. ഒന്ന് തിളവരട്ടെ. അതിന് ശേഷം നമുക്കിതിലോട്ട് വറവ് കൂടെ റെഡിയാക്കിയിരുന്നു. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഞാൻ കഞ്ഞി ഒരുവിധം കുക്കായി വന്നതിന് ശേഷം പിന്നെ ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്.
കഞ്ഞിക്കുള്ളൊരു പരുവുണ്ടല്ലോ, അത് വന്നിട്ടുണ്ടേ. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണേ. ഓൾറെഡി തിളപ്പിച്ച് വെച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഇത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ ഇതിൽ നിറയെ വെള്ളം പിടിച്ച് വെച്ചിരുന്നല്ലോ, ആ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കഞ്ഞി ഞാൻ ഈ കാസറോളിലോട്ട് ഒഴിച്ച് വയ്ക്കണേ. നല്ല ആവി പറക്കുന്ന കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കൂടെ നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ കഞ്ഞിയും ചക്കക്കൂട്ടാനും കൂടെ എങ്ങനെ ഒരു 7-8 പേർക്ക് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. ഈ ചക്കക്കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തനിനാടൻ വിഭവമാണല്ലോ. ചക്കക്കാലത്ത് അധികം വീട്ടിലും ഉണ്ടാവും ഈ ചക്കക്കൂട്ടാനൊക്കെ. ആവശ്യത്തിന് കഞ്ഞി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇതിലുണ്ട് കേട്ടോ. ഇനി കുറച്ച് അധികമാണ് കഞ്ഞിന്ന് തോന്നുകയാണെങ്കിൽ അതങ്ങ് ഊറ്റി വെച്ചാൽ മതി. അടുത്ത നേരത്തേക്ക് ചോറ് ഉപയോഗിക്കുകയാണെങ്കിൽ ചോറായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ചക്കക്കൂട്ടാനും തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ ചക്കക്കൂട്ടാൻ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടിയിട്ടുള്ള വറവ് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചീനച്ചട്ടി ചൂടാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ എണ്ണ ഒഴിക്കണേ. വെളിച്ചെണ്ണ ആട്ടോ ഒഴിക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കാം. നല്ല ചക്കക്കൂട്ടാനല്ലേ, കുറച്ച് ഇരിക്കട്ടെ എണ്ണ. ഇനി ചൂടായ എണ്ണയിലോട്ട് ഞാൻ കടുക് ചേർക്കണേ. ഇവിടെ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലോട്ട് വറ്റൽമുളക് ചേർക്കാം. ഒരു 2-3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചക്കക്കൂട്ടാനിലോട്ട് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ വറവ് ഇടുന്നതാട്ടോ ചക്കക്കൂട്ടാൻ്റെ ടേസ്റ്റ് കൂടാനുള്ള ഒരു കാരണം. നല്ല വറവിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഒരു 5-10 മിനിറ്റൊക്കെ അടച്ച് തന്നെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കൂട്ടാന് നല്ലൊരു ടേസ്റ്റ് വരും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടായിരുന്നു. വേറൊന്നുമില്ല, ഉപ്പും മുളകും. മുളക് എന്ന് പറയും. ഉപ്പും മുളകും കൂട്ടി അരച്ചെടുത്തത് ഒരു ചമ്മന്തിയാണ്. അതുകൂടെ ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ. ഉപ്പും മുളക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടിക്കല്ലാട്ടോ എടുത്തിട്ടുള്ളത്. ഇടിക്കല്ലിലോട്ട് ഞാനൊരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. അടുത്തതായിട്ട് പുളിയാണ് വേണ്ടത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പുമുളക് ഒന്നുകിൽ അമ്മിയിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കോരിയം എന്ന് പറയും, മരം കൊണ്ടുള്ളൊരു സാധനമാണ്, അതിലുണ്ടാക്കണം. അല്ലെങ്കിൽ പിന്നെ ഇടിക്കല്ലിൽ ഉണ്ടാക്കണം. നമ്മുടെ മിക്സിയിൽ അരച്ചെടുത്താൽ ഈ ഉപ്പുമുളക് ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഉപ്പും മുളകും റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയുടെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ചക്കക്കൂട്ടാനും കഞ്ഞിയും ഉപ്പും മുളകും കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കൂട്ടാൻ, അതുപോലെ തന്നെ കഞ്ഞി. ഈ കഞ്ഞിയിൽ ഞാൻ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മുടെ ഉപ്പും മുളക് ചമ്മന്തിയാണിത്. ഇനി നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം അല്ലേ ഫ്രണ്ട്സ്. അപ്പോഴെല്ലാവർക്കും എൻ്റെ ഈ ട്രഡീഷണൽ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടില്ലേ? വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വീഡിയോസും വ്ളോഗ്സും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.